അച്ഛമ്മ അതേ കുറെ നേരമായിട്ട് അന്തം വിട്ട് താഴത്തേക്ക് നോക്കിയിട്ട് പിന്നെ മൂക്കത്ത് വിരൽ വെച്ച് എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, താഴത്തെ ഇതാണ് സംഭവം. നമ്മുടെ വസുവിന്റെ ന്യൂ ബോൺ ബേബി ഷൂ. എന്ത് രസമായിട്ടാണല്ലേ ഒരു ബേബി റാപ്പ് ചെയ്യുന്നതും നല്ല ക്യൂട്ടായിട്ടുള്ള പോസസിലൊക്കെ ഫോട്ടോസ് എടുക്കുന്നതും. എന്നെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അതിനുവേണ്ടി ഞാൻ കണ്ണു പൂട്ടി സെലക്ട് ചെയ്ത ആളാണ് ഷുഗർ പർപ്പസിലെ ഷാൾബി. കുറെ കിടലൻ തീംസ് ഷാൾബി എനിക്ക് അയച്ചു തന്നു കേട്ടോ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മുടെ വസുവിനെ ഒരു കുട്ടി ഹാരി പോട്ടർ ആക്കണം. പക്ഷേ ഈ ഐഡിയ ഒക്കെ എനിക്ക് തോന്നിയ ഷൂട്ടിന്റെ തലേ ദിവസമാണ് കേട്ടോ. എല്ലാം സെറ്റ് ആക്കുന്ന ഷാൾബി പറഞ്ഞെങ്കിൽ എനിക്ക് ചെറിയ ഡൗട്ടായിരുന്നു ഈ പ്രോപ്സ് ഒക്കെ കിട്ടുമെന്ന്. ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതിന്റെ എക്സാക്ട് വേർഷൻ ആണ് കേട്ടോ ഷാൾബി എനിക്ക് തന്നു. ഒരു മിനിയേച്ചർ ഹാരി പോട്ടർ. വസുവിന്റെ ഈ പുതിയ ഗെറ്റപ്പ് കണ്ടിട്ടാണ് കേട്ടോ അച്ഛമ്മ മൂക്കത്ത് വിരൽ വെച്ച് പോയത്. അച്ഛമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അച്ഛമ്മയ്ക്ക് ഇതൊക്കെ പുതുമാതിരിയാണ്. തുണിയൊന്നും കയ്യിലൊരു കിൽക്കം പിടിച്ച് ഒരു മേശപ്പുറത്ത് കവന്ന് കിടന്ന് സൈഡിലേക്ക് ചെരിഞ്ഞു നോക്കുന്നതായിരുന്നില്ലേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ന്യൂബോൺ ഷൂട്ട്. ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇവർക്ക് നമ്മളൊരു ചെറിയ ട്രൗസർ എങ്കിലും ഇടിപ്പിച്ചുകൂടായിരുന്നു എന്ന്. ഇപ്പൊ എത്ര പ്രോപ്പർട്ടീസ് ആണല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കൊട്ട മാറ്റിയിട്ട് കട്ടിൽ വെക്കാൻ പോവാണ് അടുത്തായിട്ട്. എത്ര ജെന്റിലായിട്ടാണല്ലേ ഇവര് ബേബിയെ ഹാൻഡിൽ ചെയ്യുന്നത്. ന്യൂബോൺ ഷൂട്ട്സിന്റെ BTS കാണാൻ നല്ല രസമാണെങ്കിലും നല്ല എഫേർട്ട് ഉണ്ട് കേട്ടോ അതിന്റെയൊക്കെ പിന്നില്. കാരണം ഈ ജോലി തെരഞ്ഞെടുക്കാൻ പാഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല പേഷ്യൻസും വേണം. ബസ് ഇടയ്ക്കൊക്കെ കരഞ്ഞെങ്കിലും ഷാൾബി അതൊക്കെ നല്ല നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു 7ഓളം തീം നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നു കേട്ടോ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് അവർക്ക് ഈ ന്യൂ ബോൺസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു ക്യൂട്ട് റാബിറ്റിന്റെ തീമായിരുന്നു. അതും കൂടെ നമ്മളെടുത്ത ഫോട്ടോസും കൂടെ ഞാൻ അടുത്ത റീലിൽ കാണിക്കാം കേട്ടോ.